സെറാമിക് ഓട് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മളന്ന് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓട് വാങ്ങാൻ പോകുമ്പം തന്നെ അതിനെക്കുറിച്ച് അത്യാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ വില മാത്രം നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ ക്വാളിറ്റി കൂടി നോക്കണം. അതൊക്കെ നമ്മൾ അറിയാതെ പോയി ചാടിക്കേറി ഏതെങ്കിലും ഓട് വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ വല്ലാത്തൊരു കുഴിക്കിൽ ചെന്ന് പെട്ട അവസ്ഥയായിരിക്കും. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഓടുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഓടുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. സെറാമിക് ഓട് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ബെൻഡ് ടൈപ്പും ഒന്ന് ഫ്ലാറ്റ് ടൈപ്പും. പിന്നെ അതിൽ തന്നെ ഡിഫറൻറ്റ് ക്വാളിറ്റിയിൽ ഡിഫറൻറ്റ് റേറ്റ്, ഡിഫറൻറ്റ് കളേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു സംഭവത്തെക്കുറിച്ച് ഒത്തിരി പഠിച്ചിട്ട് വേണം ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. പിന്നെ റൂഫ് ചെയ്യാൻ ഒത്തിരി ഐറ്റംസ് ഇപ്പം വന്നിട്ടുണ്ട്. നാനോ സെറാമിക്, സ്റ്റോൺ കോട്ടഡ്, ഫൈബർ ഷീറ്റുകൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് റൂഫിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം അവൈലബിൾ ആണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും തന്നെ നമ്മളിപ്പം സംസാരിക്കുന്നില്ല. ഇപ്പം അത്യാവശ്യം നമ്മൾ സെറാമിക്കിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. സെറാമിക്കിന്റെ ആദ്യം കാലങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ബെൻഡ് ടൈപ്പാണ് ഏറ്റവും കൂടുതൽ സെയിലായിക്കൊണ്ടിരുന്ന സാധനം. ഇപ്പം പിന്നെ ഫ്ലാറ്റിലേക്ക് എല്ലാവരും ആളുകൾ മാറിയിട്ടുണ്ട്. കാണാനുള്ള ഷോ കൂടുതലാണ് ഫ്ലാറ്റിന് മെയിനായിട്ട് കൂടുതൽ ആളുകളെ ആകർഷിക്കാനുള്ള മെയിൻ കാരണം. പിന്നെ ഫ്ലാറ്റിന് അതിനനുസരിച്ചുള്ള റേറ്റും വരുന്നുണ്ട്. ഈ സാധനത്തിനെല്ലാം മെയിനായിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് വരിക. ഇപ്പം ബെൻഡ് ടൈപ്പ് ഓട് മിക്കവാറും ഓടുകളും തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് ഒരു ഓട് ഉണ്ടാകും. പക്ഷേ ഫ്ലാറ്റ് ഓടുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റ് ഒരു ഓട് ഉണ്ടാകില്ല. അത് മിക്ക ഓടുകൾക്കും ഉള്ള കുഴപ്പമാണ്. പല ഓടുകളും ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല. ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള ഓടുകളും ഫ്ലാറ്റ് ഓടുകൾ കിട്ടുന്നുണ്ട്, പക്ഷെ അത് അപൂർവമാണ്. മിക്ക ഓടുകൾക്കും അത്രയും ഉണ്ടാവില്ല. അപ്പം പല ഓടുകൾക്കും ചെറിയ ചെറിയ വേരിയേഷൻ. ഫ്ലാറ്റ് ഓടുകൾ മിക്കവാറും ഒരുപോലെ ആയിരിക്കും, എങ്കിലും പല കമ്പനികൾ ഈ റേറ്റ് ഒക്കെ പറഞ്ഞ് കുറഞ്ഞ സംഭവങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള ഏരിയ കാണില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. റേറ്റ് മാത്രം നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മെയിൻ അബദ്ധമായിരിക്കും അത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഇതുപോലുള്ള ഓടിൻ്റെ സപ്ലയേഴ്സ് ഒത്തിരി നമ്മളെ എന്നാ പറയുക നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പം അതിനെല്ലാം പല റേറ്റും കാര്യങ്ങളും ഒക്കെ അവർ പറയും. അതൊക്കെ അതിലൊന്നും നമ്മൾ വീണ് പോകരുത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. വീണ് പോയിട്ട് അബദ്ധം പറ്റിയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളും അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ കമ്പനിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ചുമ്മാ ഒരു റേറ്റ് 1 രൂപ കുറഞ്ഞു അല്ല 2 രൂപ കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ചാടിക്കയറി അത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു പെട്ട അവസ്ഥയിൽ തന്നെ ആയിരിക്കും. പിന്നെ സെറാമിക്കിന് ചെറിയ തോതിൽ ഓട് പനയ്ക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചില സംഭവങ്ങളുണ്ട്. അതും തീരെ ലോക്കൽ ഓടൊക്കെ വാങ്ങിക്കഴിഞ്ഞാലാണ് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. അല്ലാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓടുകളിലൊക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഇതുപോലെ ഇപ്പോൾ വരുന്ന ടീമുകൾ മോശമെന്നല്ല നമ്മൾ അഭിപ്രായം പറയുന്നത്. നമ്മൾ അവരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവർ മോശമാണെന്നോ അവരുടെ ഓട് ഒട്ടും കൊള്ളില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവരെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം ബ്രാൻഡഡും അതുപോലെ മറ്റുള്ളവർ ചെയ്തിട്ടിരിക്കുന്ന ഓടുകളൊക്കെ നമ്മൾ പോയി ഒന്ന് കണ്ട് അതിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ ഒന്ന് അറിഞ്ഞ് ഇരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ റേറ്റ് മാത്രം അന്വേഷിക്കരുതെന്നാണ്, റേറ്റ് മാത്രം നോക്കിയിട്ട് ചെയ്യരുതെന്നാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമുക്ക് ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചില ഓടുകൾക്ക് പനയ്ക്കുന്ന പ്രശ്നമുണ്ട്, ചില ഓടുകൾക്ക് ബെൻഡ് കൂടുതലായിരിക്കും, അതിൻ്റെ റിഡ്ജസിന് കംപ്ലൈൻറ്റ് കൂടുതൽ, അങ്ങനെ കുറേ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട് വാങ്ങുമ്പം കുറച്ച്, അതായത് ഒരു 10-50 ഓട് എക്സ്ട്രാ വാങ്ങി വെക്കേണ്ടതാണ്. കാരണം വാങ്ങി വെച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെയർ കളറൊക്കെ ആണെങ്കിൽ പിന്നീട് നമുക്കത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റെയർ കളറ് കമ്പനി ഒക്കെ ആണെങ്കിൽ അതേ സെയിം സാധനം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും പൊട്ടുകയോ ഒക്കെ ചെയ്യുക, അങ്ങനെ മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എപ്പോൾ നമ്മൾ കയ്യിൽ കരുതുക. അപ്പം കമ്പനി എപ്പോഴും കളറൊക്കെ ചേഞ്ച് എപ്പോഴും തന്നെ വരുത്തിക്കൊണ്ടിരിക്കും. ഒരിക്കൽ വന്ന ഓടായിരിക്കില്ല ചിലപ്പോൾ പിന്നെ വരുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം അതിനുള്ള സാധനം സ്റ്റോക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പം റേറ്റ് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനം. നല്ല സാധനങ്ങൾ പോയി തിരഞ്ഞെടുക്കുക. അപ്പം ഇനി നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്. നമ്മൾ സെറാമിക് ഓട് വിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഉള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ ഇതുപോലെ വെൽഡിംഗ് സംബന്ധമായ റൂഫിംഗ് സംബന്ധമായ ഒക്കെ ഒത്തിരി വീഡിയോകൾ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന വെൽഡിങ്ങിൻ്റെ ഫുൾ വർക്ക് അടക്കമുള്ള വീഡിയോകളൊക്കെ സെറാമിക് ചെയ്യുന്നതിൻ്റെ വീഡിയോ, ഫ്ലാറ്റും സാധാ ഓടും ബെൻഡ് ടൈപ്പും എല്ലാം ചെയ്യുന്നതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക.